നമസ്കാരം. പ്രതിഭ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ അധ്യായത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. നമ്മുടെ പുസ്തകത്തിൽ ആദ്യ പാർട്ടിൽ 6 ചാപ്റ്ററുകളാണ് ഉള്ളത്. അതിൽ തന്നെ രണ്ടാമത്തെയും വലുതുമായ ഒരു ചാപ്റ്ററാണ് സർക്കിൾ എന്ന ചാപ്റ്റർ. കൂടുതലായി വരയ്ക്കുവാനും മറ്റുമാണ് ഈ പാഠത്തിൽ കണ്ടുവരുന്നത്. പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു പാഠത്തിൽ പ്രധാനപ്പെട്ട ഒരു പാഠം കൂടിയാണ് ഈ പാഠം. അപ്പം ഈ പാഠം നമ്മൾ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പാഠത്തിന്റെ പേര് തന്നെ നമുക്കറിയാം. പാഠത്തിന്റെ പേര് സർക്കിൾ എന്നാണ്. ഓക്കെ, നമുക്ക് ആദ്യം സർക്കിളിനെ കുറിച്ച് പറയാം. എന്താണ് സർക്കിൾ? സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു. നമ്മൾ എവിടെയെങ്കിലും ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു. ആ ബിന്ദുവിൽ നിന്ന് തുല്യ അകലത്തിൽ നമുക്ക് എത്ര പോയിന്റുകൾ അടയാളപ്പെടുത്താം? ഉത്തരം നമുക്ക് ഒന്നാണോ? അല്ല, ഒരുപാട് പോയിന്റുകൾ നമുക്ക് സർക്കിളിന് തുല്യ അകലത്തിൽ നമുക്കിങ്ങനെ അടയാളപ്പെടുത്താം. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ അടയാളപ്പെടുത്തിയാൽ ആ പോയിന്റുകളെല്ലാം ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സർക്കിൾ കിട്ടും. ഇതുപോലെ കുറെ തുല്യ അകലത്തിലുള്ള ഒരു പോയിന്റുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പോയിന്റുകളെല്ലാം കൂടെ ചേരുന്നതാണ്, അതിന്റെ കൂട്ടമാണ് സർക്കിൾ എന്ന് നമുക്ക് പറയാം. ചുരുക്കത്തിൽ സർക്കിളിന്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ, ഒരു പോയിന്റിൽ നിന്ന്, ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് തുല്യ അകലത്തിലുള്ള പോയിന്റുകളുടെ ഒരു കൂട്ടമാണ് സർക്കിൾ. അങ്ങനെ പറയുകയാണെങ്കിൽ, ദ കളക്ഷൻ ഓഫ് all point equidistant from a fixed point is called circle. ഇതാണ് നമ്മൾ സർക്കിളിന് പഠിച്ച ഡെഫിനിഷൻ. ഇനി പൊതുവെ നമുക്ക് മുമ്പ് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ഡയമീറ്റർ ഉണ്ട്, റേഡിയസ് ഉണ്ട്. ഡയമീറ്ററിനെ റേഡിയസിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടില്ല, കൊച്ചു ക്ലാസ്സുകളിലെ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആ വരയെ പറയുന്ന പേരാണ് റേഡിയസ്. റേഡിയസ് എത്ര എണ്ണം വരയ്ക്കാം? നമുക്ക് ഇഷ്ടം പോലെ റേഡിയസ് ആ പോയിന്റിൽ നിന്ന് വരയ്ക്കാം. ആ ഫിക്സ്ഡ് പോയിന്റിന് പറയുന്ന പേരെന്താണ്? അതിന്റെ പേരാണ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ഡയമീറ്റർ. ഡയമീറ്റർ എന്താണ്? റേഡിയസിന്റെ ഇരട്ടിയായിട്ടുള്ള ഒരു വരയാണ്. അതായത് സെന്ററിലൂടെ കടന്നു പോകുന്ന വര. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർക്കിളിനെ കുറിച്ച് മുമ്പ് പഠിച്ചത്. നമുക്ക് ഈ പാഠത്തിൽ പഠിക്കേണ്ടത് ആർക്ക് എന്താണെന്ന് അറിയണം, ഞാൻ അല്ലെങ്കിൽ കോഡ് എന്താണെന്ന് അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത്. നമുക്ക് എന്താണ് ആദ്യം നമുക്ക് നോക്കാം. കോഡ്. കോഡ് എന്ന് പറയുന്നത് ഒരു സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ വരയ്ക്കാൻ പറ്റുന്ന വരയെ പറയുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ. അപ്പൊ നമുക്ക് ഒരു സർക്കിളിൽ ഒരുപാട് കോഡുകൾ വരയ്ക്കാം, അല്ലെ? ഏറ്റവും വലിയ കോഡ് ഏതാണ്? ഏറ്റവും വലിയ കോഡ് നമ്മൾ നോക്കുമ്പോൾ ഡയമീറ്റർ, അതായത് സെന്ററിൽ കൂടെ പോകുന്ന കോഡാണ് ഡയമീറ്റർ. ഓക്കെ, ഇതാണ് നമുക്ക് കോഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ, സർക്കിൾ എന്താണെന്ന് പറഞ്ഞു, റേഡിയസ് എന്താണെന്ന് പറഞ്ഞു, ഡയമീറ്റർ എന്താണെന്ന് പറഞ്ഞു, കോഡ് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് വീണ്ടും തുടങ്ങാം. നമുക്കിനി പഠിക്കുവാനുള്ളത് ആർക്കിനെ കുറിച്ചാണ്. എന്താണ് ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് പറഞ്ഞ സാധനം? നമ്മുടെ വൃത്തത്തിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ആർക്ക്. നമുക്ക് ഈ വൃത്തത്തിന് ഇവിടുന്ന് ഇവിടം വരെ ഞാൻ എടുക്കുന്നു. ഇതിന്റെ പേര് ഞാൻ എ എന്നും ഇവിടെ ബി എന്നും കൊടുക്കുന്നു. നടുക്ക് ഞാൻ ഒരു പോയിന്റ് അടയാളപ്പെടുത്തും, സി. നമുക്ക് ഈ ACB നമുക്ക് വൃത്തത്തിന്റെ ചാപം അല്ലെങ്കിൽ ആർക്ക് എന്ന് പറയാം. ഓക്കെ, നമുക്ക് 2-3 ആർക്കുകളോടെ നമുക്ക് കിട്ടി. ആർക്ക് ACB. ഇവിടെ ഒരു പേരും കൂടെ കൊടുത്തു, ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു ചാപം കിട്ടും, മറ്റൊരു ആർക്ക് കിട്ടും. ആർക്ക് ADB. ഇതിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. വൃത്തത്തിന്റെ ഒരു ഭാഗമാണ് ആർക്ക്. ഇനി ഈ ആർക്കിന്റെ 2 അഗ്രബിന്ദുക്കളുണ്ട്. 2 എൻഡ് പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് റേഡിയസ് ഇങ്ങനെ വരച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഭാഗം കിട്ടും. ACB അതുപോലെ സെന്റർ O, ഇതും കൂടെ ചേർന്ന ഒരു ഭാഗം കിട്ടും. ഈ ഭാഗത്തെ പറയുന്ന പേരാണ് സെക്ടർ അല്ലെങ്കിൽ വൃത്തഭാഗം എന്ന് പറയുന്നത്. അതായത് ACBO ഈ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും, അതിനെ സെക്ടർ എന്ന് പറയാം. ഇവിടുത്തെ ചാപങ്ങളാണ് ACBയും ADB. ഇനി നമുക്ക് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും വേണ്ടത് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്, മധ്യമായിട്ടുള്ള കോണാണ്. അതായത് വൃത്തത്തിന് സെന്ററിന് ചുറ്റുമുള്ള കോണുകൾ എത്രയാണ്? അത്
മുഴുവനും കൂടെ നോക്കുകയാണെങ്കിൽ അത് 360 ഡിഗ്രിയാണ്. സെന്ററിലെ കോണുകളെല്ലാം 360 ഡിഗ്രിയാണ്. അതുപോലെ ഓരോ ആർക്കിനും സെൻട്രലായിട്ട് ആംഗിളുകളുണ്ട്. ആ ആംഗിളുകളെ നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ചാപം ACBയിൽ എയുടെയും ബിയുടെയും റേഡിയസ് നമ്മൾ വരച്ചു, ഓയിലോട്ട് കൂട്ടി വരച്ചു. അപ്പൊ നമുക്കിവിടെ ഒരു കോൺ ഉണ്ടായി, കോൺ AOB. അതിനെ നമ്മൾ എക്സ് ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയാൽ ഈ കോണിനെ പറയുന്ന പേരാണ് ആർക്കിന്റെ കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ACB. ഓക്കെ, അപ്പം ആർക്കിന്റെ കേന്ദ്രകോൺ എന്താണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. സെക്ടർ എന്താണെന്ന് പഠിച്ചു, ആർക്ക് എന്താണെന്ന് പഠിച്ചു, ഞാൻ എന്താണെന്ന് പഠിച്ചു, റേഡിയസ് എന്താണെന്ന് പഠിച്ചു, ഡയമീറ്റർ എന്താണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഈ ഭാഗമാണ്. ഒരു വൃത്തവും അതിനകത്തുള്ള മട്ടകോണും തമ്മിലുള്ള ബന്ധമാണ്. നമുക്ക് നോക്കാം. ഇവിടെ AB എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, ഡയമീറ്ററിന് 2 അഗ്രങ്ങളുണ്ട്, A ഉണ്ട്, B ഉണ്ട്, സെന്റർ ഉണ്ട്. വൃത്തത്തിലെ ഒരു പോയിന്റ് ഉണ്ട് P. നമ്മൾ എയിൽ നിന്നും ബിയിൽ നിന്നും 2 ലൈനുകൾ വരച്ചു, പിയിൽ കൂട്ടിമുട്ടിയപ്പോൾ APB എന്ന് പറഞ്ഞ ഒരു ത്രികോണം നമുക്ക് ലഭിക്കുകയുണ്ടായി. നമുക്ക് ഈ ത്രികോണത്തിന്റെ ആംഗിൾ എത്രയായിരിക്കും? അതാണ് നമ്മൾ ഇനി പഠിക്കുന്ന തിയറം. അപ്പൊ നോക്കാം. അതിനുവേണ്ടി ഞാൻ പിയിൽ നിന്ന് ഓയിലേക്ക് ഒരു വര വരച്ചു. അപ്പൊ നമുക്ക് OA, OP, OB എന്നിങ്ങനെ 3 റേഡിയസുകൾ കിട്ടി. എങ്ങനെയാണ്? OA, OP, OB ഇങ്ങനെ 3 റേഡിയസുകൾ കിട്ടി. ഇവിടെ 2 ത്രികോണങ്ങളും കിട്ടി, ത്രികോണം AOBയും ത്രികോണം POBയും. നമ്മൾ ഇത് വെച്ചിട്ട് ആംഗിൾ APB എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആംഗിൾ APB എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുവാനാണ് പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ കോൺ A ഞാൻ എക്സ് ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തി. കോൺ A ഞാൻ എന്ത് അടയാളപ്പെടുത്തി? എക്സ് ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇവിടെ നോക്കിയേ, AOP എന്ന ത്രികോണത്തിൽ AOയും OPയും എന്താണ്? അല്ലെങ്കിൽ OAയും OPയും എന്താണ്? റേഡിയസ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ത്രികോണം AOP ഒരു ഐസോസെലസ് ത്രികോണമാണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകതയുണ്ട്. എന്താണ് നമുക്ക് ആ പ്രത്യേകത പറയാൻ കഴിയുന്നത്? അവിടെ 2 കോണുകൾ തുല്യമാണ്. അതായത് തുല്യമായിട്ടുള്ള വശങ്ങൾക്കെതിരെയുള്ള 2 കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം ഇത് എക്സ് ഡിഗ്രി എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അതുപോലെ ത്രികോണം OPB എടുക്കുന്നു. ഏതാണ് ത്രികോണം OPB എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്കൊരു ആംഗിൾ അടയാളപ്പെടുത്തിക്കൂടെ? ഇതിനെ ഞാൻ Y എന്ന് എടുക്കുന്നു. Y ഡിഗ്രി എന്ന് എടുക്കുന്നു. OPB യെ ഞാൻ Y ഡിഗ്രി എന്ന് എടുക്കുന്നു. അവിടെ നമുക്കറിയാം OBയും OPയും അത് രണ്ടും റേഡിയസ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം OPB ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ അവിടെയും 2 കോണുകളും 2 വശങ്ങളും തുല്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് OBP യെ നമുക്ക് Y ഡിഗ്രി എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്നുകൂടെ എടുത്ത് എഴുതാം. നോക്കാം. ആംഗിൾ OAP എക്സ് ഡിഗ്രി, ആംഗിൾ APO എക്സ് ഡിഗ്രി, ആംഗിൾ OPB Y ഡിഗ്രി, അതുപോലെ ആംഗിൾ OBP Y ഡിഗ്രി. ഇത്രയും ആംഗിളുകളാണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് APB എന്ന് പറഞ്ഞ ആംഗിൾ ആണ്. ഓക്കെ ആണല്ലോ. അത് കണ്ടുപിടിക്കുവാൻ വേണ്ടി ത്രികോണം APB തന്നെ എടുക്കുന്നു. എന്നിട്ട് അതിലെ കോണുകളുടെ തുക എത്രയാണ്? ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയാണ്? അത് 180 ഡിഗ്രിയാണ്. ഈ തിയറം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് തെളിയിക്കാൻ പോകുന്നത്. അപ്പം APBയിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എഴുതി കൂട്ടാം. കോൺ BAP പ്ലസ് കോൺ APB പ്ലസ് കോൺ ABP ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്.
നമുക്ക് ഇത് ഓരോ കോണും എത്ര വീതം വരുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് BAP അത് x ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. അടുത്തത് APB ആണ്. അവിടെ രണ്ട് കോണുകളുണ്ട്. ഏതൊക്കെയാണ്? ഈ എക്സും ഈ വൈയും. ഈ രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള x ഡിഗ്രി പ്ലസ് y ഡിഗ്രി ആണ് APB. ഓക്കെ ആണല്ലോ. അതുപോലെ ABP അതിന് നമുക്ക് കൊടുക്കാം y ഡിഗ്രി. ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ y ഡിഗ്രി. അപ്പോൾ ഇതിന്റെ എല്ലാം തുകയാണ് 180 ഡിഗ്രി. നമുക്കിതൊന്ന് കൂട്ടി നോക്കിയാലോ. രണ്ട് എക്സുകൾ കൂട്ടുമ്പോൾ 2x ഡിഗ്രി എന്ന് കിട്ടി. രണ്ട് വൈകൾ കൂട്ടുമ്പോൾ 2y ഡിഗ്രി എന്ന് കിട്ടി. ഇതാണ് 180. അതായത് രണ്ട് നമുക്ക് ഇവിടെ കോമൺ എടുക്കാനുണ്ടല്ലോ. അപ്പോൾ 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി ആണ് 180. ഇവിടെ 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി 180 ആണെങ്കിൽ ഈ രണ്ടിനെ ഇവിടെ കൊണ്ട് ഭാഗിച്ചൂടെ? അതല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിവൈഡ് ബൈ 2 90 ഡിഗ്രി എന്ന് വരും. എങ്ങനെ വരുന്നു? എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി 180 ഡിവൈഡ് ബൈ 2 90 ഡിഗ്രി എന്ന് പറയുന്നു. നോക്കാം. എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി അതെന്താണ്? അതാണ് കോൺ APB. കോൺ APB. അപ്പൊ നമുക്ക് കിട്ടി കോൺ APB എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് കിട്ടി. കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം എക്സ് ഡിഗ്രി y ഡിഗ്രി എടുത്തു. നമ്മൾ ഇതിന്റെ സം എല്ലാം 180 ആണെന്ന് കരുതി അതെല്ലാം കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി അല്ലെങ്കിൽ കോൺ APB എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് കിട്ടി. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ഇവിടെ നമ്മൾ വരച്ചത് സർക്കിളിന്റെ ഡയമീറ്ററിൽ നിന്നാണ്. ഡയമീറ്ററിന്റെ അഗ്രത്തിൽ നിന്ന് വൃത്തത്തിലെ P എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് വരച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 90 ഡിഗ്രി എന്ന് കിട്ടിയത്. ഇതുപോലെ P എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് എവിടെ വരച്ചാലും അവിടെ കിട്ടുന്ന ത്രികോണങ്ങളെല്ലാം എന്ത് തന്നെ കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കിത് പറയാം. ഈ APB ഉൾക്കൊള്ളുന്ന ഭാഗമാണ് അർദ്ധവൃത്തം എന്ന് പറയാം. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം. അർദ്ധവൃത്തത്തിലെ കോണുകളെല്ലാം എന്തായിരിക്കും? മട്ടകോണായിരിക്കും എന്ന് പറയാം. എന്താണ്? അർദ്ധവൃത്തത്തിലെ കോണുകളെല്ലാം എന്തായിരിക്കും? മട്ടകോണുകളായിരിക്കും എന്ന് നമുക്ക് ഇതിലൂടെ പറയാൻ കഴിയും. നമ്മൾ അർദ്ധവൃത്തത്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണെന്നാണ്. ആംഗിൾ APB 90 ഡിഗ്രിയാണ്. അതുപോലെ നമുക്ക് P നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയൊക്കെ അടയാളപ്പെടുത്തിയാലും എങ്ങനെ അടയാളപ്പെടുത്തിയാലും നമുക്ക് ഇവിടെ കിട്ടുന്ന കോണുകൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി തന്നെയായിരിക്കും ലഭിക്കുന്നത്. ഒരുപാട് കോണുകൾ നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്നാമത്തെ തിയറമായിട്ട് കുട്ടികൾ എല്ലാവരും ഇത് ബുക്കിനകത്ത് എഴുതി വെക്കണം. തിയറമായിട്ട് തന്നെ എഴുതണം. നമുക്ക് പറയാം. if we join the end of a diameter of a circle to a point on the circle we get a right angle. അതായത് നമ്മളുടെ ഡയമീറ്ററിന്റെ രണ്ട് അഗ്രത്തിൽ നിന്നും ഓരോ വരകളും നമ്മൾ വരച്ചു. ഒരു പോയിന്റിലേക്ക് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് P എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? റൈറ്റ് ആംഗിൾ ആണ് കിട്ടുന്നത്. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. ഒരു അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. തിയറം ഒരിക്കൽ കൂടി പറയാം. if we join the end of a diameter of a circle to a point on the circle we get a right angle. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന ഒന്നാമത്തെ തിയറം. നമുക്ക് അവസാനം വരെ വേണ്ട ഒരു തിയറമാണ്. എല്ലാവരും പഠിച്ചു വെക്കണം. അതായത് ഒരു ഡയമീറ്ററിന്റെ രണ്ട് അഗ്രത്തിൽ നിന്നും ഒരു വര വരച്ചിട്ട് നമ്മൾ വൃത്തത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ആ കോൺ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ Pയിലേക്ക് കൂട്ടിമുട്ടുന്നത്. ഇതിനെ തിരിച്ചും മറിച്ചും ഒക്കെ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് ശ്രദ്ധിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവരും പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശരി.